ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ആതിരപ്പള്ളി മലക്കപ്പാറ ഷോളയാർ ട്രിപ്പിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയുള്ള ഭാഗങ്ങൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി പോയി അതെല്ലാം കാണണം. അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇത് എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് മൃഗങ്ങളെ സൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷോളയാർ ഡാം വരെ പോയിട്ടുള്ള തിരിച്ചുള്ള ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരുപാട് ഹെയർപിൻ ബെൻഡുകളൊക്കെ ഉള്ള മലക്കപ്പാറ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മലക്കപ്പാറയിൽ നിന്നും താഴോട്ട് ഇറങ്ങി നമ്മളൊരു ഏകദേശം മലക്കപ്പാറ മുതൽ ആതിരപ്പള്ളി വരെ 50 കിലോമീറ്ററോളം കാടിനകത്തുകൂടെ ചുരം പാതയൊക്കെ കഴിഞ്ഞ് കാടിനകത്തുകൂടെ ഉള്ള ഒരു യാത്ര ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ യാത്ര നമ്മൾ KSRTCയിലാണ് ചെയ്തിട്ടുള്ളത്. പെരിന്തൽമണ്ണ ഡിപ്പോയിൽ നിന്നാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ ഒരു യാത്രയാണ്. ഈ പാക്കേജിനെ കുറിച്ചോ മറ്റോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മതി. ആരെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളതിൽ നോക്കിയിട്ട് ചെയ്താൽ മതി, കോൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ചുരം പാതയൊക്കെ അതിവിദഗ്ധമായി ഇറങ്ങി നമ്മൾ താഴോട്ടുള്ള യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുരത്തിലൂടെയൊക്കെ എത്ര ആയാസപ്പെട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാവും. ഇത് ഒരുപാട് ബൈക്കേഴ്സും ഒക്കെ പോകുന്ന ഒരു റൂട്ടാണ്. അടിപൊളി റൂട്ടാണ്. അടിപൊളി യാത്രാ അനുഭവം തരുന്ന ഒരു റൂട്ടാണ്. കാടിനകത്തു കൂടെയുള്ള യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും പോയിരിക്കേണ്ട ഒരു റൂട്ടാണ് ഈ റൂട്ട്. അടിപൊളിയാണ്. അപ്പോൾ നമ്മളെ ഒരു ചെറിയ ഇടുങ്ങിയ വഴിയാണെങ്കിൽ പോലും നല്ല വഴിയാണ്, നല്ല റോഡാണ്. ആ റോഡിലൂടെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് നമ്മളെ മുന്നിൽ പോകുന്ന വണ്ടിയിൽ നിന്നും നമുക്ക് വേണ്ടി അവർ ടോർച്ച് തെളിച്ച് റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു കൊമ്പൻ്റെ ദൃശ്യം സമ്മാനിച്ചത്. മുന്നിലെ വണ്ടിയിൽ ഫോറസ്റ്റുകാരുണ്ടെന്ന് തോന്നുന്നു. അവരാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിച്ചു തന്നത്. അവരെ വണ്ടി അവിടെ മുന്നിൽ നിർത്തി. അപ്പോൾ നമ്മളതിൻ്റെ ബാക്കിലായിട്ട് നിർത്തി. ഇപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് തന്നെ KSRTC ബസ്സിനകത്ത് തന്നെ ഇരുന്നു കൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാഴ്ചയിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത്തരം കാഴ്ചകൾ നമുക്ക് എന്തായാലും നേരിട്ട് അതിൻ്റെ അടുത്ത് പോയി നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരുപാട് നേരം നമുക്ക് അവനെ സൈറ്റ് ചെയ്യാൻ പറ്റി. കൊമ്പൻ ഒറ്റയ്ക്ക് അവിടെ എന്തോ തിന്നുകൊണ്ട് നിൽക്കുകയാണ്. അവനവിടെ തന്നെ നിൽക്കുകയായിരുന്നു, നമ്മളെ നോക്കുന്നൊന്നുമില്ല. അവനവൻ്റെ ജോലിയിൽ തകൃതിയായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് യാത്ര വീണ്ടും തുടർന്നു. കുറച്ച് ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ നേരെ എതിർവശത്തായിട്ട് ഒരു കുടുംബം, ഒരു കൂട്ടം ആന കൂട്ടം നിന്ന് മേയുന്നു. അവരൊരു കൂട്ടം ഉണ്ടെങ്കിൽ നമ്മളെ ക്യാമറയിൽ 1-2 ഒക്കെ സൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നമ്മളെ കണ്ണുകളിൽ എല്ലാവരെയും കാണുന്നുണ്ടെങ്കിലും നമ്മളെ ക്യാമറ കണ്ണിൽ അത്രത്തോളം കാഴ്ച കിട്ടുന്നില്ല. 2-3 ആനകൾ അവിടെ ഉണ്ട്. അവരും എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിസ്മരണീയമായ ഒരുപാട് കാഴ്ചകൾ ഇത്തവണ സമ്മാനിച്ചത് നമ്മുടെ മുന്നിൽ പോകുന്ന വണ്ടിയിലുള്ള ആ ടോർച്ചും അതിലെ ആളുകളുമാണ്. അവരോടൊരു പ്രത്യേക നന്ദി നമ്മൾ പറയേണ്ടതുണ്ട്. ഫോറസ്റ്റുകാരാണെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമ്മൾ അവിടെ ഒരു കാട്ടിയെ സൈറ്റ് ചെയ്തു. പക്ഷേ നിങ്ങൾക്കത് എത്രത്തോളം കാണാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാട്ടി എന്നൊക്കെ പറയുന്ന സാധനം ഒന്നാണെന്ന് വിചാരിക്കുന്നു ഞാൻ. അതാണെന്ന് തോന്നുന്നു. നമ്മൾ നേരിട്ട് നല്ല കാഴ്ചയാണ് നമുക്ക് കിട്ടിയത്. ക്യാമറയിൽ അത് എത്രത്തോളം പതിഞ്ഞിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം അത് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. പിന്നെ മുന്നോട്ട് വരുമ്പോഴാണ് നമ്മൾ ഇവനെ കണ്ടത്. ഇവൻ ഇണങ്ങിയ ഒരു മാനാണ്. കേഴമാൻ എന്നൊക്കെ പറയില്ലേ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക, എല്ലാവരും നാട്ടിൽ തന്നെയാണോ പറയാമെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും മാറ്റി പറയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയെ. ഇത് നമ്മുടെ ഏകദേശം ഈ അങ്ങാടിയിലെത്തിയപ്പോൾ അവനവിടെ ഇണങ്ങിയിട്ടുള്ള ഒരു ആളാണ്. അവർ ഓട്ടോറിക്ഷയിൽ ആളിരിക്കുന്നുണ്ട്. ഇനി അവൻ്റെ അടുത്തുകൂടെ ഒരാൾ നടന്നു പോകുന്നുണ്ട്. അവൻ ആരെയും ഒന്നും ചെയ്യുന്നില്ല. അവൻ അവിടുത്തെ ആളുകളുമായി ജനങ്ങളുമായി ഇണങ്ങി ജീവിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായി. അപ്പോൾ അവൻ നമ്മുടെ കാഴ്ച നമുക്ക് വേണ്ടി നമ്മുടെ ബസ്സിൻ്റെ മുന്നിൽ ഒരുപാട് സമയം നമുക്ക് എല്ലാവർക്കും അവനെ കാണാനുള്ള സൗകര്യം അവൻ ഒരുക്കി തന്നു. ഒരു 1.5 മുതലാണ്. നല്ല ഹൈറ്റും നല്ല കൊമ്പും ഒക്കെയുള്ള അടിപൊളി ഒരു സൈറ്റ് നമുക്ക് അവിടുന്ന് കിട്ടി. നമ്മുടെ ബസ്സിൻ്റെ മുൻഭാഗത്തും സൈഡിലും ഒക്കെ അവനെ നമ്മുടെ കാഴ്ചയ്ക്ക് ഒരുക്കി തന്നു.
അവനൊരു പേടിയില്ല. അവൻ നമ്മൾ ഇത്രത്തോളം ജനങ്ങൾ ഇത്രത്തോളം ആളുകളുടെ ഇടയിൽ കൂടിയാണ് അവന് കൂസലില്ലാതെ നടക്കുന്നത്. അവനെയും ആർക്കും പേടിയില്ല. കാരണം അവൻ ഇണങ്ങി കഴിഞ്ഞ ഒരാളാണ്. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോന്നപ്പോഴാണ് നമ്മൾ ഇവനെ കണ്ടത്. ഇത് പെണ്ണാണെന്നാണ് പറയുന്നത്. ഇയാൾ റോഡ് സൈഡിൽ നിന്നിട്ട് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇത്തരം യാത്രകളിൽ നമുക്ക് അവിസ്മരണീയമായ ഒരുപാട് കാഴ്ചകൾ കാട് തന്നു, പ്രകൃതി തന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനി ഒരു യാത്ര ഉടൻ തന്നെ നടത്താൻ പ്ലാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് യാത്രകളുമായി ഇനിയും വരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്. ഒരുപാട് അടിപൊളി യാത്രകൾ നമ്മുടെ പ്ലാനിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അതിനാവശ്യമാണ്. പിന്നെ നമ്മൾ അവിടുന്ന് ചുരമൊക്കെ ഇറങ്ങി ചാലക്കുടി വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ പെരിന്തൽമണ്ണ ഒരു 12:30 1 മണിയോടുകൂടി എത്തി. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ യാത്ര. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മെയിൻ ആൾ നമ്മുടെ KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ്. അവൻ്റെ ഒരു ദൃശ്യം കൂടി ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുകയാണ്. നമുക്ക് അടിപൊളിയായിട്ടുള്ള